ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഇനി നമുക്ക് നാരായണീയത്തിൻ്റെ ബാക്കി 2 ദശകവും കൂടിയാണുള്ളത്. ഇന്ന് നാരായണീയത്തിൻ്റെ അവസാന ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ദശകം 99ഉം 100ഉം കൂടി വായിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ ഭഗവാന്റെ ആ നാരായണീയം ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കാം. രാധാകൃഷ്ണന്മാരുടെ പാദകമലങ്ങളിൽ, നാരായണന്റെ പാദകമലങ്ങളിൽ, ലക്ഷ്മി നാരായണന്റെ പാദകമലങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ദശകം 99 വേദസ്തുതിയാണ്. അതിനു മുമ്പ് ഒരു ഗാനം ആലപിക്കാം. രാധാവദന മനോഹര വിലസിത വിഹിത വഹിത്രമകീതം. രാധാവദന മനോഹര വിലസിത വിഹിത വഹിത്രമകീതം. കൃഷ്ണം രാധേ രാധേ കൃഷ്ണ. ജയ ജയ ശ്രീ രാധേശ്യാം. ദശകം 99 വേദസ്തുതി. വിഷ്ണോർവീര്യാണി ഗോവായ കഥയതു ധരണേഹ കച്ചരേണുന്മിമീതേ യസ്സൈവാം കൃത്രയേണ ത്രിജഗദമിവിധം മോദതേ പൂർണ്ണസമ്പദ്ധാ. യോ ഭാസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഫിയായാം. തുത്വത്താ യത്ര മാദ്യന്തമൃതര സമരന്തസ്യ യത്ര പ്രവാഹഃ യത്ര പ്രവാഹഃ. വിഷ്ണുവിന്റെ മഹിമകളെ ആരാണ് വർണ്ണിക്കുക? ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? അവിടുന്ന് 3 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നു. ആ പാദസ്പർശത്താൽ ആ ലോകങ്ങൾ ഐശ്വര്യപൂർണമായി വിരാജിക്കുന്നു. അവിടുന്ന് തന്നെ സകല വിശ്വങ്ങളെയും വഹിക്കുന്നു. എവിടെയാണോ അവിടുത്തെ ഭക്തന്മാർ മതിക്കുന്നത്, എവിടെ നിന്നാണോ അമൃതരസമാകുന്ന മധു പ്രവഹിക്കുന്നത്, അപ്രകാരമുള്ള അവിടത്തേക്ക് പ്രിയപ്പെട്ടതുമായ ആ പരമപദമായ വൈകുണ്ഠത്തെ അടിയൻ പ്രാപിക്കണമേ. അപ്പോ വിഷ്ണുവിന്റെ മഹിമകളെ ആരാണ് വർണ്ണിക്കുക? ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? അവിടുന്ന് 3 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നു. ആ പാദസ്പർശത്താൽ ആ ലോകങ്ങൾ ഐശ്വര്യപൂർണമായി വിരാജിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ആ പാദസ്പർശം കൊണ്ട് ആ 3 ലോകങ്ങളും ഐശ്വര്യപൂർണമായി പ്രകാശിക്കുകയാണ്. അവിടുന്ന് തന്നെ സകല വിശ്വങ്ങളെയും വഹിക്കുന്നു. ഭഗവാൻ തന്നെയാണ് സകല വിശ്വങ്ങളെയും വഹിക്കുന്നത്. എവിടെയാണോ അവിടുത്തെ ഭക്തന്മാർ മതിക്കുന്നത്, എവിടെ നിന്നാണോ അമൃതരസമാകുന്ന മധു പ്രവഹിക്കുന്നത്, അപ്രകാരമുള്ള അവിടത്തേക്ക് പ്രിയപ്പെട്ടതുമായ ആ പരമപദമായ വൈകുണ്ഠത്തെ അടിയൻ പ്രാപിക്കണമേ. അപ്പോൾ ഭഗവാന്റെ അമൃതരസമായ മധു വഹിക്കുന്നത് എവിടെയാണ്? അതുപോലെ ഭഗവാന്റെ ഭക്തന്മാർ മതിക്കുന്ന സ്ഥലം എവിടെയാണ്? അങ്ങനെയുള്ള ആ പരമപദമായ വൈകുണ്ഠ ലോകം അടിയനും പ്രാപിക്കണമേ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ പരമപദമായ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തനിക്കും അതുപോലെ എല്ലാ ഭക്തന്മാർക്കും അതിന് സാധിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷ വീണായ ഭർത്രേ വിഭൂതേർ ഭക്താമാ വിഷ്ണവേയഃ പ്രതിശതി ഹവിരാദീതി യജ്ഞാർച്ചനാഥൗഹ. കൃഷ്ണാദ്യം ജന്മയോവോ മഹദിഹ മഹദോ വർണ്ണയേ സോഭവേയമ പ്രീതഃ പൂർണ്ണോ യശേ വിസ്തുരിതമഭിസരേത് പ്രാപ്യമന്ദേ പദം തേ. സകലത്തിനും ആദ്യമായി ഉള്ളവനും സൃഷ്ടിച്ചവനും നിമിഷം തോറും നവീന ഭാവങ്ങൾ സ്വീകരിക്കുന്നവനും ലക്ഷ്മീകാന്തനുമായ വിഷ്ണുവിന് ആരാണോ യജ്ഞാദികളിൽ ഹവിസ് അർപ്പിക്കുന്നത്, ആരാണോ അത്യുത്കൃഷ്ടങ്ങളായ കൃഷ്ണാദികളായ അവതാരങ്ങളെ വർണ്ണിക്കുന്നത്, അപ്രകാരമുള്ള ആ ഭക്തന് മാത്രമാണ്
ഈ ലോകത്തിൽ വെച്ച് സന്തുഷ്ടനായും യശസ്വിയായും ജീവിച്ച് അവസാനം എത്തിച്ചേരേണ്ടതായ ആ വൈകുണ്ഠത്തെ ഒട്ടും താമസം കൂടാതെ പ്രാപിക്കാനാകുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ഭക്തനാണ് ആ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത്? സകലത്തിലും ആദ്യമായി ഉള്ളവനും സർവവും സൃഷ്ടിച്ചവനും നിമിഷം തോറും നവീന ഭാവങ്ങൾ സ്വീകരിക്കുന്നവനും ലക്ഷ്മീകാന്തനുമായ വിഷ്ണുവിന് ആരാണോ യജ്ഞാദികളിൽ ഹവിസർപ്പിക്കുന്നത്, ആരാണോ ഭഗവാന് യജ്ഞാദി കർമ്മങ്ങളിൽ ഹവിസർപ്പിക്കുന്നത്, അതുപോലെ ആരാണോ അത്യുത്കൃഷ്ടങ്ങളായ കൃഷ്ണാദികളായ അവതാരങ്ങളെ വർണ്ണിക്കുന്നത്, ആരാണോ ഭഗവാനെ കുറിച്ചുള്ള അവതാരങ്ങളെ വർണ്ണിക്കുന്നത്, അപ്രകാരമുള്ള ആ ഭക്തന് മാത്രമാണ് ഈ ലോകത്തിൽ വെച്ച് സന്തുഷ്ടനും യശസ്വിയുമായി ജീവിച്ചിട്ട് അവസാനം എത്തിച്ചേരേണ്ടതായ വൈകുണ്ഠ ലോകത്തെ ഒട്ടും താമസം കൂടാതെ വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കാൻ കഴിയുന്നത്. ഹേ സ്തോതാരക കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേദയദ്ദോ തദൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദ ജനനോപാതലീലാ കഥാഫീഹ ജാനന്ദച്ചാസ്യ നാമാന്യ കില സുഖകരാണീതി സങ്കീർത്തയദ്ദം ഹേ വിഷ്ണോ കീർത്തനാദ്വൈസ്തവ ഖലു മഹസ്തത്വബോധം ധജേയം. അല്ലയോ സ്തുതിപാഠകരായ കവിശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ വേദസാരനായ ആ മഹാവിഷ്ണു അവതാരങ്ങളിൽ നടത്തിയ ലീലകളാകുന്ന കഥകളെ വ്യക്തമായി സ്തുതിക്കുക. അപ്പോൾ ഭഗവാന്റെ കഥകളെ വ്യക്തമായി സ്തുതിക്കാനാണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ നാമങ്ങൾ സകല ലോകർക്കും സുഖം നൽകുമെന്ന അറിവോടെ കീർത്തനം ചെയ്യുക. അപ്പൊ ഭഗവാന്റെ നാമങ്ങൾ സകല ലോകത്തിലുള്ളവർക്കും സുഖം നൽകുമെന്ന് കരുതി ഭഗവാന്റെ നാമങ്ങൾ സങ്കീർത്തനം ചെയ്യുക. അല്ലയോ വിഷ്ണു ഭഗവാനെ, അവിടുത്തെ കീർത്തനാദികളാൽ അടിയൻ തത്വജ്ഞാനത്തെ പ്രാപിച്ചുകൊള്ളാം. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുത്തെ തത്വജ്ഞാനത്തെ അവിടുത്തെ കീർത്തനാദികളാൽ ഭഗവാന്റെ ആ കീർത്തനാദികൾ കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. വിഷ്ണോഹ കർമാണി സംപശ്യത മനസി സദാ യൈഹാസ ധർമാനബധ്നാത് യാനീന്ദ്രസുഷ്യാവൃത്യഃ പ്രിയസഖാ ഇവ ച വാദ്യാനോക്ഷേമകാരീഃ വീക്ഷന്തെ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാ ജാഗുരുകാഃ കൃതബഹുനതയോ യച്ഛ നിർഭാസയന്തേ. അല്ലയോ കവിശ്രേഷ്ഠന്മാരെ, ഏതൊക്കെ കർമ്മങ്ങൾ കൊണ്ടാണ് ആ വിഷ്ണു ധർമ്മത്തിന്റെ അടിത്തറ ഉറപ്പിച്ചത്? ഇന്ദ്രന്റെ വൃത്തിനായിക്കൊണ്ടും സുഹൃത്തായിക്കൊണ്ടും ആ വിഷ്ണു ക്ഷേമ കർമ്മങ്ങൾ പലതും ചെയ്തു. യോഗീശ്വരന്മാരായ മുനിമാർ ആ വിഷ്ണുവിന്റെ പരമപദത്തെ എപ്പോഴും മനസ്സാൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ആ വിഷ്ണുവിന്റെ പരമപദത്തെ അത്യന്തം തൽപരരായി സ്തുതികളിലൂടെ പ്രകാശിപ്പിക്കുന്നു. അപ്രകാരമുള്ള ആ വിഷ്ണുവിന്റെ കർമ്മങ്ങളെ നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ സ്മരിക്കുവിൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ആ കർമ്മങ്ങളെ എപ്പോഴും യോഗിമാരെല്ലാം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ആ കർമ്മങ്ങളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്മരിക്കാന്നാണ് പറയുന്നത്. നോ ജാതോ ജായ മനോഭവി ചാസമതി ഗതസ്ത്വന്മാഹിന്നോ ഭവാസാനം ദേവാ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണോ തം താം സംദൗമി നാനാവിധതുമിത ചരണൈസ്യാം ലോകത്രയസ്യാപൂർദ്ധം വിഫ്രജമാനേ വിരചിത വസതിം തത്ര വൈകുണ്ഠലോകേ. അല്ലയോ ഭഗവാനെ, മുൻപ് ജനിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ ആയ ആരും തന്നെ അവിടുത്തെ മഹാത്മ്യത്തിന്റെ അവസാനം അറിയുന്നില്ല. അവിടുത്തെ തീരുമാനങ്ങൾ പരമമായ ശ്രേയസ്സുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയെ അടിയൻ വീണ്ടും വീണ്ടും കീർത്തിക്കുന്നു. ഈ 3 ലോകങ്ങൾക്കും മുകളിലായി വിളങ്ങുന്ന ആ വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്ന അങ്ങയെ നാനാവിധങ്ങളായ സ്തുതികളാൽ അടിയൻ സ്തുതിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഈ വൈകുണ്ഠ ലോകത്തില് മുമ്പ് ജനിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ ആയ ആരും തന്നെ അവിടുത്തെ മഹാത്മ്യത്തിന്റെ അവസാനം അറിയുന്നില്ല. അപ്പൊ ഭഗവാന് അവസാനമില്ല, ഭഗവാന്റെ മഹാത്മ്യങ്ങൾക്ക് അവസാനമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ജനിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ പോലും ഭഗവാന്റെ ആ മഹാത്മ്യത്തെ കുറിച്ച് അറിയുന്നില്ല. അവിടുത്തെ തിരുനാമങ്ങൾ പരമമായ ശ്രേയസ്സുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയെ അടിയൻ വീണ്ടും വീണ്ടും കീർത്തിക്കുന്നു. അപ്പൊ അവിടുത്തെ തിരുനാമങ്ങൾ എന്ന് പറയുന്നത്
പരമമായ ശ്രേയസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിയൻ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും അവിടത്തെ കീർത്തിക്കുകയാണ്. ഭഗവാനെ അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാനെ കീർത്തിക്കുകയാണ്. ഈ 3 ലോകങ്ങൾക്കും മുകളിലായി വിളങ്ങുന്ന ആ വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്ന അങ്ങയെ നാനാവിധങ്ങളായ സ്തുതികളാൽ അടിയനെ സ്തുതിക്കുന്നു. അപ്പം ഈ 3 ലോകങ്ങൾക്കും മുകളിലായിട്ടുള്ള വൈകുണ്ഠ ലോകത്തില് വസിക്കുന്ന ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാൻ വിഷ്ണുവിനെ, ഭഗവാൻ കൃഷ്ണനെ എന്ത് ചെയ്യുകയാണ്? അടിയൻ നാനാവിധങ്ങളായ സ്തുതികളാൽ സ്തുതിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആബഹ സൃഷ്ടാദിജന്യാ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം യത്ര ത്വയേവ ജീവാ ജലശയന ഹരേ സംഗതാ ഐക്യമാപന്ഹ തസ്യാജസ്യ പ്രഭോതേ വിനിഹിതമഭവത് പദ്മമേഘം ഹിനാഫൗ ദിക്പത്രം യത് കിലാഹുഹ കനകധരണി ഹൃത് കർണികം ലോകരൂപം. അല്ലയോ വിഭുവായ ഭഗവാനെ, സൃഷ്ടിയുടെ ആദ്യമുണ്ടായ ആ കാരണജലം അവിടത്തെ ആദ്യമായി ഗർഭത്തിൽ വഹിച്ചു. അല്ലയോ ജലശായിയായ ഭഗവാനെ, പിന്നീട് ജീവാത്മാക്കൾ അവിടത്തോട് ചേർന്ന് ഏകഭാവത്തെ പ്രാപിച്ചു. ജനനമേ ഇല്ലാത്ത അവിടത്തെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവുണ്ടായി. ആ മഹാമേരു പർവ്വതം കർണികയായതും ദിക്കുകൾ ഇതളുകളായി ഉള്ളതും ആയ ആ താമരപ്പൂവിനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ ഉണ്ടാകുന്നില്ലേ? ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. ഈ താമരപ്പൂവ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലോകം എന്ന് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് ഈ താമരപ്പൂവ് തന്നെയാണ്. അപ്പൊ ഭഗവാൻ എങ്ങനെയുണ്ടായത്? ഭഗവാൻ സൃഷ്ടിയുടെ ആദ്യമുണ്ടായ കാരണജലത്തിൽ നിന്നാണ്. ജലം അവിടുത്തെ ആദ്യമായി ഗർഭത്തിൽ വഹിച്ചു. ആ കാരണജലമാണ് ഭഗവാനെ ആദ്യമായി ഗർഭത്തിൽ വഹിക്കുന്നത്. എന്നിട്ട് അല്ലയോ ജലശായിയായ ഭഗവാൻ ജലത്തിലാണ് ശയിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ പിന്നീട് ജീവാത്മാക്കൾ അവിടത്തോട് ചേർന്ന് ഏകഭാവത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള ജീവാത്മാക്കൾ അവിടത്തോട് ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഏകഭാവത്തെ പ്രാപിക്കുകയാണ്. എല്ലാവരും ഒരേ ഒരു ഭാവത്തിനെ പ്രാപിക്കുകയാണ്. എന്നിട്ട് ജനനമേ ഇല്ലാത്ത അവിടുത്തെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ. ജനനമേ ഇല്ല, ഭഗവാന് ജനനവും മരണവും ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ ഉണ്ടാവുകയാണ്. മഹാമേരു പർവ്വതം കർണികയായതും ദിക്കുകൾ ഇതളുകളായി ഉള്ളതുമായ ആ താമരപ്പൂവിനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ താമരപ്പൂവിനെയാണ് ലോകം എന്ന് പറയുന്നത്. ഹേ ലോകാ വിഷ്ണുരേതത് ഭുവനമജനയത് തന്നജാതി ജാനീത യൂയം യുഷ്മാകം ഹ്യന്തരസ്തം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപമഃ നീഹാരപ്രജ്ഞമായ പരിവൃത മനസോ മോഹിതാ നാമരൂപൈഃ പ്രാണപ്രത്യേക തൃപ്താചരത മഖപരാഹന്തനേ ചാമുകുന്ദേ. അല്ലയോ ലോകരെ, ആ വിഷ്ണുവാണ് ഈ ലോകം ജനിപ്പിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ മറ്റേതോ ഒരു വിഷ്ണു രൂപം വിളങ്ങുന്നുണ്ട്. മായയാകുന്ന മഞ്ഞാൽ മൂടപ്പെട്ട മനസ്സുള്ളവരായി വെറും നാമങ്ങളിലും രൂപങ്ങളിലും മോഹിതരായി ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം തൃപ്തരായി യാഗങ്ങളിൽ മുഴുകി നിങ്ങൾ കഴിയുന്നു. ആ വിഷ്ണുവിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കഷ്ടം തന്നെ. അപ്പൊ ഭഗവാനില് പല പല പൂജകൾ നടത്തി, യാഗങ്ങൾ നടത്തി, അങ്ങനെ പല പല ദൈവങ്ങളെ മാത്രം പൂജിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ പരമാത്മ സ്വരൂപനായ വിഷ്ണു ഭഗവാനെ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ വിഷ്ണുവിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കഷ്ടം തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഉന്നതി എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ ലോകം, ദേവീദേവന്മാര്, ഈ പ്രപഞ്ചം, ഈ മനുഷ്യര്, പക്ഷി മൃഗാദികള്, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്നാണ്, വിഷ്ണുവിൽ നിന്നാണ്. അപ്പം ആ വിഷ്ണു ഭഗവാനെ നിങ്ങൾ ഓർക്കുന്നില്ല, ആ ശ്രീകൃഷ്ണനെ നിങ്ങൾ ഓർക്കുന്നില്ല. പകരം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ യാഗങ്ങളും പൂജകളും അങ്ങനെയൊക്കെ ചെയ്ത് മാത്രം ജീവിച്ചു പോകുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഉൽപ്പത്തി കാരണക്കാരനായ ഭഗവാനെ കൂടി കാണണം, ആ ഭഗവാനെ നിങ്ങൾ അറിയണം എന്നാണ് ഇവിടെ പറയുന്നത്. മൂർധനാമക്ഷണാം പദാനാം വഹസി ഖലു സഹസ്രാണി സംപൂര്യ വിശ്വം തത് പ്രോത്ക്രമ്യാപി തിഷ്ഠൻ പരമിത വിവരേ ഭാസി ചിത്താന്തരേഹപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷഃ ഭവാൻ കിഞ്ച ദേഹാന്ദ്രിയാദിഷ്ട്യാവിഷ്ടോ വ്യബത് ഗതത്വാദാമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവാം. അല്ലയോ പരപുരുഷ,
അവിടുന്ന് ആയിരക്കണക്കിന് ശിരസ്സുകളും കണ്ണുകളും പാദങ്ങളും ഉള്ളവനാകുന്നു. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? ആയിരക്കണക്കിന് ശിരസ്സുകളും കണ്ണുകളും പാദങ്ങളും ഒക്കെയുള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ വിശ്വം മുഴുവനായും അതിനും ഉപരിയായും വ്യാപിച്ചു നിൽക്കുന്ന അവിടുന്ന് ചെറിയൊരിടം മാത്രമുള്ള മനസ്സിലും നിറഞ്ഞു പ്രകാശിക്കുന്നു. അപ്പം ഈ വിശ്വം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന ആ ഭഗവാൻ ചെറിയൊരു സാധുവായ ഒരു മനുഷ്യന്റെ ആ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞു നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? പ്രകാശിക്കുന്നു. കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളതും എല്ലാം അവിടുന്ന് തന്നെയാണ്. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി വരാനുള്ളതും എല്ലാം ഭഗവാൻ തന്നെയാണ്, അവിടുന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ദേഹേന്ദ്രിയാദികളിൽ അടങ്ങിയിരിക്കുന്നവനാണ് അവിടുന്ന്. എങ്കിലും അവയിൽ നിന്നും അതീതനായി പരമാത്മ രൂപത്തിൽ ചിദാനന്ദ മൂർത്തിയായി വർദ്ധിക്കുന്നു. അപ്പം ദേഹേന്ദ്രിയാദികളിൽ അടങ്ങിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എങ്കിലും അവയിൽ നിന്നെല്ലാം അതീതനായിട്ട് എന്താണ്? പരമാത്മ രൂപത്തിൽ ഭഗവാൻ ആനന്ദമൂർത്തിയായിട്ട്, പരമാനന്ദമൂർത്തിയായിട്ട്, ചിദാനന്ദ മൂർത്തിയായിട്ട് ഭഗവാൻ വർത്തിക്കുകയാണ്. യത്തു ത്രൈലോക്യ രൂപം ദദതപി ചതോ നിർഗതോ ബന്ധശുദ്ധ ജനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിത महिमासोऽपि तावयान् तावान् कृमन्यथ स्तोगस्तगे वाग एवाखिल भुवनतया दृश्यते त्रिंशकल्पम् भूयिष्ठं सान्द्रमेतान्मगामुपरि ततो वादि तस्मै नमस्ते. അല്ലയോ അനന്തനായ ഭഗവാനെ, ഈ ത്രിലോകം രൂപമായി ധരിക്കുന്നവനാണെങ്കിലും അതിൽ നിന്നും അതീതനായി പരിശുദ്ധ ജ്ഞാന സ്വരൂപനായി അവിടുന്ന് വർദ്ധിക്കുന്നു. അത് അവിടുത്തെ മഹാത്മ്യം തന്നെയാണ്. ആ മഹാത്മ്യത്തിന്റെ അല്പമായ അംശമാണ് സകല ലോകങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്നത്. ആ സർവ്വലോകങ്ങൾക്കും മുകളിലായി 4/3 ഭാഗത്തോളം അവിടുന്ന് സാന്ദ്രാനന്ദ സ്വരൂപനായി പ്രകാശിക്കുന്നു. അപ്പം ഭഗവാൻ എന്തിനാ? അനന്തനായ ഭഗവാനെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അന്തവും അനന്തമാണ്. അത്രയും അനന്തമായിട്ടുള്ള ഭഗവാൻ ഈ ത്രിലോകം രൂപമായി, ഈ ത്രിലോകങ്ങളും എന്ത് ചെയ്യണം? രൂപമായി ധരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ അതിൽ നിന്നും അതീതനായി പരിശുദ്ധ ജ്ഞാന സ്വരൂപനായി അവിടുന്ന് വർദ്ധിക്കുന്നു. അത് അവിടുത്തെ മഹാത്മ്യം തന്നെയാണ്. അപ്പൊ പരിശുദ്ധ ജ്ഞാന സ്വരൂപനായിട്ട് വർത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അത് അവിടുത്തെ മഹാത്മ്യം തന്നെയാണ്. ആ മഹാത്മ്യത്തിന്റെ അല്പമായ അംശമാണ് സകല ലോകങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ആ മഹാത്മ്യത്തിലെ അല്പമായ ഒരു അംശമാണ് സകല ലോകങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്നത്. സകല ലോകങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുന്നത് ഭഗവാന്റെ ചെറിയ ഒരു അംശം മാത്രമാണ്. അപ്പം നമ്മളൊക്കെ എന്ന് പറയുന്നത് ആ ഇതിൽ വന്നിട്ട് അതിലെ അംശത്തിന്റെ വെറും ഒരു കുഞ്ഞു കണിക മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രയും വലിയ പ്രപഞ്ചനാഥനായ ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒന്നും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇതിലും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ മഹാത്മ്യത്തിന്റെ അല്പമായ അംശമാണ് സകല ലോകങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്നത്. ആ സർവ്വലോകങ്ങൾക്കും മുകളിലായി 4/3 ഭാഗത്തോളം അവിടുന്ന് സാന്ദ്രാനന്ദ സ്വരൂപനായി പ്രകാശിക്കുന്നു. അപ്പം ഈ സർവ്വലോകങ്ങൾക്കും മുകളിലായിട്ട് 4/3 ഭാഗത്തോളം മാത്രമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യണ്? സാന്ദ്രാനന്ദ സ്വരൂപനായിട്ട് പ്രകാശിക്കുകയാണ്. സാന്ദ്രാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ പ്രകാശിക്കുകയാണ്. അവ്യക്തം ദേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈക സത്വം വ്യക്തം ചാപേതി ദേവാ സ്ഫുടമൃതരസാംഭോധികലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം ദധിക ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേവഹം പവനപുരപതേ പാഹി മാം കൃഷ്ണരോഗാത് പാഹി മാം കൃഷ്ണ രോഗാത്. അവിടുത്തെ നിർഗുണ ബ്രഹ്മസ്വരൂപം അവ്യക്തവും ഗ്രഹിക്കാൻ പ്രയാസവുമാണ്. എന്നാൽ അവിടുത്തെ ശുദ്ധ സത്വസ്വരൂപം വ്യക്തവും ഗ്രഹിക്കാൻ എളുപ്പവുമാണ്. അത് അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമായി തെളിഞ്ഞു പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഗുണരസങ്ങളാൽ മനസ്സിനെ കീഴടക്കുന്നതും സർവോത്കൃഷ്ടവും ആഗ്രഹിക്കാത്തതുമായ അവിടുത്തെ മൂർത്തിയെ അടിയൻ ആശ്രയിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം.
അപ്പൊ ഭഗവാന്റെ നിർഗുണ സ്വരൂപം എന്ന് പറയുന്നത് മഹാദേവനാണ്, ശിവനാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പറയുന്നത് അവ്യക്തമാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ ചെയ്ത ആ കോൺസെൻട്രേഷൻ അതിൽ കൊണ്ടുവന്ന് പലതരത്തിലുള്ള കുണ്ടലിനി ശക്തികളൊക്കെ ഉണർത്തി അങ്ങനെയൊക്കെയാണ് നമുക്ക് ശിവഭഗവാൻ ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ എന്ന് പറഞ്ഞ ശുദ്ധസത്വ സ്വരൂപമായതുകൊണ്ട് തന്നെ വ്യക്തവും ഗ്രഹിക്കാൻ എളുപ്പവുമാണ്. ഭഗവാനെ നമുക്ക് വ്യക്തമാക്കാനും ഗ്രഹിക്കാനും വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമായി തെളിഞ്ഞു പ്രകാശിക്കുന്നത്. അതെന്ന് പറയുന്നത് അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമായിട്ട് തെളിഞ്ഞു പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഗുണരസങ്ങളാൽ മനസ്സിനെ കീഴടക്കുന്നതും സർവോത്കൃഷ്ടവും ആഗ്രഹിക്കാത്തതുമായ അവിടുത്തെ മൂർത്തിയെ അടിയൻ ആശ്രയിക്കുന്നു. അപ്പം സർവോത്കൃഷ്ടം ഭഗവാന്റെ ഭക്തർ അങ്ങനെ എന്താ പറയാ, വല്ല ആഗ്രഹങ്ങളൊന്നും ചോദിക്കാറില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ചോദിക്കാതെ ഭഗവാനിൽ എത്തുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഭക്തരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ മൂർത്തിയെയാണ് ഞങ്ങൾ അടിയൻ ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അടിയനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുകയാണ് ഇവിടെ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ. ഇനി നമുക്ക് ദശകം 100 ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ നാരായണീയത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഏത് ക്ലാസ്സാ തുടങ്ങേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പോ ദശകം 100. അഗ്രേ പശ്യാമി തേജോ നിബഡിതരകലയാള വലീലോഹനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈ രാവീദം നാരദാദൈർവില സതുപനിഷസുന്ദരീ മണ്ഡലൈച. ഇടതൂർന്നു നിൽക്കുന്ന കായാമ്പൂ കൂട്ടങ്ങൾ പോലെ ആകർഷകമായ തേജസ് അടിയൻ ഇതാ മുന്നിൽ കാണുന്നു. അപ്രകാരം ആനന്ദാമൃതത്തിൽ മുഴുകിയവനായ അടിയൻ അതിനു നടുവിലായി പരമാനന്ദ രസാസ്വാദനത്താൽ രോമാഞ്ചമണിഞ്ഞു നിൽക്കുന്ന നാരദാദികളാലും വിലാസവതികളാലും ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാരാലും ചുറ്റപ്പെട്ടതും യൗവന ഭാരം കൊണ്ട് മനോഹരവുമായ ഒരു ദിവ്യ കിശോര രൂപത്തെ മുന്നിൽ കാണുന്നു. ഭഗവാന്റെ ആ കേശാദിപാദ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇടതൂർന്നു നിൽക്കുന്ന കായാമ്പൂ കൂട്ടങ്ങൾ പോലെ ആകർഷകമായ തേജസ് അടിയൻ ഇതാ മുന്നിൽ കാണുന്നു. ഒരു വലിയ തേജസ്സാണ് ഭഗവാനെ കാണുമ്പോൾ. അപ്രകാരം ആനന്ദാമൃതത്തിൽ മുഴുകിയവനായ അടിയൻ അതിനു നടുവിലായി പരമാനന്ദ രസാസ്വാദനത്താൽ രോമാഞ്ചമണിഞ്ഞു നിൽക്കുന്ന നാരദാദികളും വിലാസവതികളായ ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാരാലും ചുറ്റപ്പെട്ടതും യൗവന ഭാരം കൊണ്ട് മനോഹരവുമായ ആ ദിവ്യ കിശോര രൂപത്തെ മുന്നിൽ കാണുന്നു. ഭഗവാന്റെ ആ അതിസുന്ദരമായ കിശോര രൂപത്തെ അങ്ങനെ മുന്നിൽ കാണുകയാണ്. നീലാംബം കുഞ്ചിതാഗ്രം കനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലഹിതമുദചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകപരീവാരമാലോകഭേയം സ്നിഗ്ധദ്വരോധോർധ പുണ്ഡ്രാമബിജ സുലളിതാം ബാലബാലേന്ദുവീതിം. നീലിമയാർന്ന അറ്റം ചുരണ്ട് ഇടതിങ്ങിയതും നിർമ്മലമായതും ചന്തത്തിൽ ഒതുക്കി കെട്ടിയതും രത്നം പതിപ്പിച്ച ശിരോലങ്കാരങ്ങളാൽ മനോഹരമായതും തെളിഞ്ഞു പ്രകാശിക്കുന്ന മയിൽപ്പീലികൾ നിരത്തി കുത്തിയിട്ടുള്ളതും മന്ദാരമാല ചുറ്റിയിട്ടുള്ളതുമായ അവിടത്തെ കേശഭാരത്തെ അടിയൻ കാണുന്നു. മിനുത്തു വെളുത്ത ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ള അതിമനോഹരമായ ചന്ദ്രകലാ സദൃശ്യമായ ആ നെറ്റിയെയും അടിയൻ കാണുന്നു. അപ്പൊ എങ്ങനെയുള്ളതാണ്? നീലിമയാർന്ന അറ്റം ചുരുണ്ട് ഇടതിങ്ങിയതും നിർമ്മലമായതും ചന്തത്തിൽ ഒതുക്കി കെട്ടിയതും രത്നം പതിപ്പിച്ച ശിരോലങ്കാരങ്ങളാൽ മനോഹരമായതും തെളിഞ്ഞു പ്രകാശിക്കുന്ന മയിൽപ്പീലികൾ നിരത്തി കുത്തിയിട്ടുള്ളതും മന്ദാരമാല ചുറ്റിയിട്ടുള്ളതും അവിടത്തെ കേശഭാരത്തെ അടിയൻ കാണുന്നു. അപ്പൊ അത്രയും അലങ്കരിച്ചിട്ടുള്ള ആ കേശഭാരമാണ് ഭഗവാൻ എന്ന് പറയുന്നത്.
മിനുത്തു വെളുത്ത ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ള അതിമനോഹരമായ ചന്ദ്രകലാദൃശമായ ആ നെറ്റിയെയും അടിയൻ കാണുന്നു. അപ്പം മിനുത്ത് വെളുത്തിട്ടുള്ള ആ ഗോപിക്കുറിയാണ് ഭഗവാൻ എപ്പോഴും അണിയുന്നത്. അങ്ങനെയുള്ള ആ ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആ നെറ്റിയെയും അടിയൻ കാണുന്നു എന്നാണ് പറയുന്നത്. ഹൃദ്യം പൂർണ്ണാനുകമ്പാവർണം മൃദുലഹരി ചഞ്ചലത്ഭ്രൂവിലാസൈ നാനീലസ്നിഗ്ധ പശ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോദേഹ സാന്ദ്രച്ചായം വിശാലാരുണ കമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരത ഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. നിറഞ്ഞ കാരുണ്യ സമുദ്രത്തിലെ കുഞ്ഞോളങ്ങൾ പോലെ ചഞ്ചലങ്ങളായ പുരികക്കൊടികളുടെ ലീലകളാൽ മോഹനമായതും കറുത്തുമിനുത്ത കൺപീലി രോമങ്ങളാൽ ശോഭനമായതും കാന്തി നിറഞ്ഞ ചുവന്ന താമര ഇതളിന്റെ വടിവത്തതും അതിസുന്ദരമായ കൃഷ്ണമണികളോട് കൂടിയതും കാരുണ്യപൂർണമായ കടാക്ഷങ്ങളാൽ ലോകത്തെ കുളിർപ്പിക്കുന്നതുമായ അവിടുത്തെ ആ രണ്ട് കണ്ണുകൾ അല്ലയോ ഭഗവാനെ അനാഥനായ അടിയനിൽ പതിപ്പിക്കണമേ. അപ്പൊ എന്താണ് പറയുന്നത്? നിറഞ്ഞ കാരുണ്യ സമുദ്രത്തിലെ കുഞ്ഞോളങ്ങൾ പോലെ ചഞ്ചലമായ പുരികക്കൊടികളും ലീലകളാൽ മോഹനമായതും കറുത്തു മിനുത്ത കൺപീലി രോമങ്ങളാൽ ശോഭനമായതും കാന്തി നിറഞ്ഞ ചുവന്ന താമര ഇതളിന്റെ വടിവൊത്തതും അതിസുന്ദരമായ കൃഷ്ണമണികളോട് കൂടിയതും. അതിസുന്ദരമാണ് ഭഗവാന്റെ കൃഷ്ണമണികൾ എന്ന് പറയുന്നത്, അതിസുന്ദരമാണ്. അപ്പൊ അങ്ങനെയുള്ള അതിസുന്ദരമായ കൃഷ്ണമണികളോട് കൂടിയതും കാന്തി നിറഞ്ഞ ചുവന്ന താമര ഇതളിന്റെ വടിവൊത്തതും അതിസുന്ദരമായ കൃഷ്ണമണികളോടും കാരുണ്യപൂർണമായ കടാക്ഷങ്ങളിൽ ലോകത്തെ കുളിർപ്പിക്കുന്നതുമായ അവിടത്തെ ആ രണ്ട് കണ്ണുകൾ അല്ലയോ ഭഗവാനെ അനാഥനായ അടിയനിൽ പതിപ്പിക്കണമേ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കണ്ണുകൾ ആ രണ്ട് കണ്ണുകൾ അടിയനിൽ പതിപ്പിക്കണമേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കണ്ണുകൾ നമ്മളിലും ഭക്തരായ നമ്മളിലും ഭഗവാൻ പതിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോല്ലാസദ്ഗണ്ഡപാളി ഫ്യാലോലത്കർണപാശാചിതമകരമണികുണ്ടല ദ്വന്ദ്വദീപ്രംഹ ഉന്മീലദന്തപങ്ക്തി സുരതരുണത്തരച്ചായ ബിംബാദരാന്തഃ പ്രീതിപ്രസ്യാദി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്വാസതാം മേ. ഉയർന്നു ശോഭിക്കുന്ന നാസികയുള്ളതും ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പ്രതിബിംബിക്കുന്നവയും ചലിക്കുന്നവയുമായ മകരകുണ്ടലങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും അല്പമായി വിടർന്ന ചെഞ്ചുണ്ടുകൾക്കിടയിലൂടെ കാണാവുന്ന ദന്തനിരയാൽ ശോഭിക്കുന്നതും തൊണ്ടിപ്പഴത്തിന് തുല്യമായ അതരങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന മന്ദസ്മിതത്താൽ മധുരതരവുമായ അവിടത്തെ ആ മുഖം അടിയന് തെളിഞ്ഞു കാണുമാറാകട്ടെ. അപ്പൊ എങ്ങനെയാണ്? ഉയർന്നു ശോഭിക്കുന്ന നാസികയുള്ളതും ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള കണ്ണാടി പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പ്രതിബിംബിക്കുന്നവയും ചലിക്കുന്നവയുമായ മകരകുണ്ടലങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും അല്പാൽപമായി വിടർന്ന ചെഞ്ചുണ്ടുകൾക്കിടയിലൂടെ കാണാവുന്ന ദന്തനിരയാൽ ശോഭിക്കുന്നതും തൊണ്ടിപ്പഴത്തിന് തുല്യമായി അതരങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന മന്ദസ്മിതത്താൽ മധുരതരവുമായ അവിടുത്തെ ആ മുഖം അടിയന് തെളിഞ്ഞു കാണുമാറാകട്ടെ. അപ്പം ഭഗവാന്റെ ഭഗവാന്റെ ആ പുഞ്ചിരി എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ്, അതിസുന്ദരമാണ് ഭഗവാന്റെ മുഖം എന്ന് പറയുന്നത്. ബാഹുദ്വന്ദ്വേന രക്തോജ്വല വലയഹൃദാ ശോണപാണി പ്രവാളേ നോപാതം വേണുനാളീം പ്രസിതനഘാ യുഗാംഗുലീ സംഗഗാശാരാംഹ കൃത്വാ വക്ത്രാരവിന്ദേ സുമധുകരാ വികസദ്രാമുദ്ഭാവ്യമാണൈഃ ശബ്ദബ്രഹ്മാമൃതസ്ത്വം ശിശിരിതഭുവനൈഃ സിഞ്ചമേ കർണവീതിം. രക്തങ്ങൾ തിളങ്ങുന്ന വളകൾ ധരിച്ചിട്ടുള്ള ചുവന്നു തുടുത്ത തളിരു പോലെയുള്ള രണ്ട് കൈകളാൽ വഹിക്കുന്നതും നഖങ്ങളുടെ പ്രഭ കൊണ്ട് കാന്തിയാർന്ന വിരലുകളുടെ സ്പർശനത്താൽ ബഹുവർണമായ ഓടക്കുഴൽ വക്ത്രാരവിന്ദത്തോട് ചേർത്ത് പുറപ്പെടുവിപ്പിക്കുന്ന അതിമധുരമായ രാഗാലാപനങ്ങളോടുള്ളതും ലോകത്തെ ആകെ കുളിർപ്പിക്കുന്നതുമായ ആ നാദബ്രഹ്മമാകുന്ന അമൃതധാരയാൽ അവിടുന്ന് അടിയന്റെ കാതുകളെ കുളിർപ്പിക്കണമേ. അപ്പൊ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴൽ നാദം കൊണ്ട് അടിയന്റെ ആ കാതുകളെ കുളിർപ്പിക്കണമേ എന്നാണ് പറയുന്നത്.
പുൽസർപ്പത് കൗസുഭശ്രിതാതിഭിരുണാം രുളിതം കോമളം ഖണ്ഡദേശം മക്ഷഃ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീ പ്രഹര പ്രാദാനം നാനാവർണ്ണ പ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലാ ലോലാംബം ലംബമാനാമുരസിത്തവ തദാ ഭാവയേ രത്നമാലാം. ഉയർന്നു വ്യാപിക്കുന്ന കൗസ്തുഭരത്നത്തിന്റെ കാന്തിയാൽ അരുണാമയമായ മനോഹരമാർന്ന അവിടത്തെ കഴുത്തും ശ്രീവത്സം എന്ന മറുകിനാൽ സുന്ദരവും ഇളകിത്തിളങ്ങുന്ന ഹാരങ്ങൾ അണിഞ്ഞതും വിസ്താരമുള്ളതുമായ അവിടത്തെ മാറിടത്തെയും ആ മാറിൽ അണിഞ്ഞിരിക്കുന്ന പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ചുറ്റും പാറിക്കളിക്കുന്ന വണ്ടുകളുള്ളതുമായ അവിടത്തെ വനമാലയെയും ഒപ്പം അണിഞ്ഞിരിക്കുന്ന രത്നമാലയെയും അടിയൻ ധ്യാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ രൂപമാണ് ധ്യാനിക്കേണ്ടത്. എങ്ങനെയാണ്? ഉയർന്നു വ്യാപിക്കുന്ന കൗസ്തുഭ രത്നത്തിന്റെ കാന്തിയാൽ അരുണാഭമായ മനോഹരമാർന്ന അവിടത്തെ കഴുത്തും ശ്രീവത്സം എന്ന മറുകിനാൽ സുന്ദരവും ഇളകിത്തിളങ്ങുന്ന ഹാരങ്ങൾ അണിഞ്ഞതും വിസ്താരമുള്ളതുമായ അവിടത്തെ മാറിടത്തെയും ആ മാറിൽ അണിഞ്ഞിരിക്കുന്ന പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ചുറ്റും പാറിക്കളിക്കുന്ന വണ്ടുകളുള്ളതുമായ അവിടുത്തെ വനമാലയെയും ഒപ്പം അണിഞ്ഞിരിക്കുന്ന രത്നമാലയെയും അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആ വനമാല എന്ന് പറയുന്നത് അതിസുന്ദരമാണ്, പല പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ വനമാലയില് ഈ വണ്ടുകൾ എപ്പോഴും ഇങ്ങനെ ചുറ്റി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ വനമാലയെയും അതുപോലെ ഭഗവാന്റെ ശ്രീവത്സം എന്ന മറുകിനാൽ സുന്ദരവും ഇളകിത്തിളങ്ങുന്ന ഹാരങ്ങൾ അണിഞ്ഞതുമായ ആ ഭഗവാന്റെ ആ മാറിടം എന്ന് പറയുന്നത് ശ്രീവത്സം എന്ന മറുകിനാൽ സുന്ദരമായിട്ടുള്ളതാണ്. അതുപോലെ ഇളകിത്തിളങ്ങുന്ന ഹാരങ്ങൾ അണിഞ്ഞതും വിസ്താരമുള്ളതുമായ അവിടത്തെ മാറിടത്തെയും ആ മാറിൽ അണിഞ്ഞിരിക്കുന്ന പല നിറത്തിലുള്ള പൂക്കളെയും ആ പൂക്കളിൽ ചുറ്റി കറങ്ങുന്ന ആ വണ്ടുകളെയും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ധ്യാനിക്കുകയാണ്. അംഗേ പഞ്ചാംഗരാശൈരതീശയ വിഗസ്താ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതമിവ കൃശാംബഫ്രിദം മധ്യവല്ലീമ ശക്രാശ്മന്യസ്തപോജ്വല കനകനിഭം പീതചേലം ദദാനം ധ്യായാമോദീതരശ്മി സുഡമണിരശാനാ കിങ്കിണീ മണ്ഡിതം ത്വാം. മേനിയിൽ 5 തരം സുഗന്ധദ്രവ്യങ്ങൾ കസ്തൂരി, രക്തചന്ദനം, കുങ്കുമം, അകിൽ, ഗോരോചനം ചേർന്ന കുറിക്കൂട്ടിന്റെ എങ്ങും വ്യാപിക്കുന്ന സൗരഭ്യത്താൽ ലോകത്തെ മോഹിപ്പിക്കുന്നവനും അനേകമായ ത്രിലോകങ്ങൾ ഒന്നു ചേർന്നതാണെങ്കിലും മെലിഞ്ഞ അരക്കെട്ടോട് കൂടിയവനും ഇന്ദ്രനീല കല്ലിൽ പതിപ്പിച്ച സ്വർണത്തിന്റെ വർണ്ണപ്പകിട്ടുള്ള മഞ്ഞ വസ്ത്രം ധരിച്ചവനും പ്രകാശരശ്മികൾ തെളിഞ്ഞു വിതറുന്ന രത്നഖചിതമായ അരഞ്ഞാണവും കിങ്ങിണികളും ധരിച്ചവനുമായ അവിടത്തെ അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അനേകമായ ത്രിലോകങ്ങൾ ഒന്നു ചേർന്നുണ്ടാകുന്ന മെലിഞ്ഞ അരക്കെട്ടുകളോട്, ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറയാൻ അത്രയും മെലിഞ്ഞ അരക്കെട്ടുകളാണ്. അതിലെന്താണ്? ഇന്ദ്രനീല കല്ലിൽ പതിപ്പിച്ച സ്വർണത്തിന്റെ വർണ്ണപ്പകിട്ടുള്ള മഞ്ഞ വസ്ത്രം ധരിച്ച്, ഇന്ദ്രനീല കല്ലിൽ പതിപ്പിച്ചിട്ടുള്ള സ്വർണത്തിന്റെ മഞ്ഞ നിറത്തിലുള്ള ആ മഞ്ഞ പട്ട് ആണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. അതിൽ പ്രകാശിക്കുന്നവനും പ്രകാശരശ്മികൾ തെളിഞ്ഞു വിതറുന്ന രത്നചികിതമായ അരഞ്ഞാണവും കിങ്ങിണികളും ധരിച്ചവനുമായ അവിടത്തെ അടിയൻ ധ്യാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അരഞ്ഞാണവും കിങ്ങിണിയൊക്കെ ധരിച്ച ആ ഭഗവാനെ അടിയൻ ധ്യാനിക്കുകയാണ്. ഊരു ചാരു തവോരു കനമസൃണാരുചൗ ചിത്തചോരൗരമായ വിശ്വശോഭം വിശങ്ക്യ ധ്രുവമനനിശമുഖൗ പീതചേലാവൃതൗകം ആനമാത്മാണം പുരസ്ത്യാന്യാസന്നധൃത സമർദ്ധാ പാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃതുലാ മനോജ്ഞേ ജംഗേ നിഷേവേ. മനോഹരങ്ങളും തടിച്ചു മിനുത്ത് ശോഭയേറിയതും ലക്ഷ്മി ദേവിയുടെ മനം കവർന്നതും സകല ലോകത്തെയും ഭ്രമിപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ എപ്പോഴും മഞ്ഞ പട്ടുകൊണ്ട് മൂടിയതുമായ അവിടത്തെ ഇരുതുടകളെയും നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അർപ്പിക്കാനായി സകല പുരുഷാർത്ഥങ്ങളും നിറച്ചു വെച്ചിരിക്കുന്ന മണിച്ചപ്പ് പോലുള്ള അവിടത്തെ കാൽമുട്ടുകളെയും മുകളിലേക്ക് ക്രമമായി വണ്ണം കൂടി സൗന്ദര്യവത്തായിരിക്കുന്ന അവിടത്തെ മുഴങ്കാലുകളെയും അടിയൻ ധ്യാനിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ആ കാലുകളെയാണ് ധ്യാനിക്കുന്നത്. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമ പ്രണത ജന മനോ മന്ദരോധാര കൂർമം
ഉത്തുംഗാദാത്രമരാജാ കന്നഖര ഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം. ഭഗവത് പാദസേവ മഹത്തരമെന്ന് മധുരമായി ആലപിക്കുന്ന അവിടത്തെ കാൽച്ചിലമ്പുകളെയും വിഭ്രാന്തിയിൽ ആഴ്ന്നുപോയ ഭക്തമനസ്സുകളാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന കൂർമ്മരൂപമുള്ള അവിടത്തെ പാദത്തിന്റെ പുറവടിയെയും തെല്ലുയർന്ന് അരുണാഭമായി പ്രകാശിക്കുന്ന നഖങ്ങളുടെ ചന്ദ്രപ്രഭയാൽ ഭക്തന്മാരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന അവിടത്തെ കാൽവിരലുകളെയും അടിയൻ ധ്യാനിക്കുന്നു. അപ്പോ ഭഗവാന്റെ ഭഗവത് പാദസേവ മഹത്തരമാണെന്ന് മധുരമായി ആലപിക്കുന്ന അവിടുത്തെ കാൽച്ചിലമ്പുകളെയും വിഭ്രാന്തിയിൽ ആഴ്ന്നുപോയ ഭക്തമനസ്സുകളാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന കൂർമ്മരൂപമുള്ള അവിടുത്തെ പാദത്തിന്റെ പുറവടിയെയും തെല്ലുയർന്ന് അരുണാഭമായി പ്രകാശിക്കുന്ന നഖങ്ങളുടെ ചന്ദ്രപ്രഭയാൽ ഭക്തന്മാരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന അവിടുത്തെ വിരലുകളെയും അടിയൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. യോഗീന്ദ്രാണാം തദംഗേഷിദിത സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷാ ദ്യുതരുകീസലയം നാഥാ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശ്ലേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. അല്ലയോ കരുണാവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാനേ, അവിടുത്തെ അവയവങ്ങളിൽ വെച്ച് ആ യോഗീശ്വരന്മാർക്ക് ഏറ്റവും ഹൃദ്യവും മോക്ഷം നേടിയവരുടെ വാസസ്ഥാനവും ഭക്തർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന കൽപ്പവൃക്ഷ തളിരുമായ അവിടത്തെ ആ പാദമൂലം അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ മനസ്സിൽ കുടികൊണ്ട് സകല ദുഃഖങ്ങളും ഇല്ലാതാക്കി പരമാനന്ദ സമൂഹമാവുന്ന ലക്ഷ്മി പ്രസാദത്തെ നൽകണമേ, ലക്ഷ്മി പ്രസാദത്തെ നൽകണമേ. അപ്പൊ എന്ത് പറയാം? അല്ലയോ കാരുണ്യവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുത്തെ അവയവങ്ങളിൽ വെച്ച് ആ യോഗീശ്വരന്മാർക്ക് ഏറ്റവും ഹൃദ്യവും മോക്ഷം നേടിയവരുടെ വാസസ്ഥാനവും ഭക്തർക്ക് അഭീഷ്ടങ്ങളെ വർഷിക്കുന്ന വൃക്ഷത്തളിരുമായ അവിടുത്തെ ആ പാദമൂലം അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ മനസ്സിൽ കുടികൊണ്ട് സകല ദുഃഖങ്ങളും ഇല്ലാതാക്കി പരമാനന്ദ സമൂഹമാകുന്ന ലക്ഷ്മി പ്രസാദത്തെ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ലക്ഷ്മി പ്രസാദത്തെ അപ്പൊ ഭഗവാന്റെ ആ പാദപത്മങ്ങളാണ് യോഗിമാര് പോലും, അത്രയും എന്താ പറയാ, യോഗീശ്വരന്മാർ പോലും പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ആ പാദപത്മങ്ങളാണ്. അങ്ങനെ ആ പാദപത്മങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മോക്ഷം വരെ സാധ്യമാകുന്നത്. അങ്ങനെ ആ പാദപത്മങ്ങളെ പൂജിക്കാൻ കഴിയണമേ. അങ്ങനെ ആ പാദപത്മങ്ങളെ പൂജിച്ചിട്ട് ഭഗവാന്റെ ആ അർദ്ധാംഗിനിയായ ലക്ഷ്മി പ്രസാദത്തെ നൽകണമേ ഭഗവാനേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥാശേമേദാഹ സ്തോത്രം ചൈതസഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാത് ദേനാ നാരായണീയം ശ്രുതിഷു ചാജനുഷാ സ്തുത്യാദവർണ്ണനേന ശ്രീദം ലീലാവതാരൈരിദഹമിക കുരുദായുരാരോഗ്യ സൗഖ്യം. വിശ്വത്തിന് നാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ മഹത്വത്തെ പൂർണ്ണമായി അറിയാതെ ഇവിടെ പറഞ്ഞു പോയതെല്ലാം അവിടുന്ന് ക്ഷമിക്കണേ. 1000-ലധികം സ്തോത്രങ്ങളാൽ തീർത്ത ഈ ശ്ലോകം അവിടുത്തെ പ്രസാദത്തെ ഏറ്റവും അധികമായി തരുന്നതായി തീരണമേ. നാരായണന്റെ കഥകൾ പറയുന്നത്, നാരായണൻ രചിച്ചത്, നാരായണൻ എന്നിങ്ങനെ 2 അർത്ഥങ്ങൾ വരുന്ന നിലയിൽ 2 വിധത്തിലും നാരായണീയം തന്നെയാണ് ഈ സ്തോത്രം. വേദങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള അവിടുത്തെ ലീലാരൂപമായ അവതാരങ്ങളുടെ കഥകളാൽ സമ്പുഷ്ടമായ ഈ നാരായണീയം എന്ന സ്തോത്രം ഇവിടെ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകണേ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഈ നാരായണീയം, വിശ്വത്തിന് നാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ മഹത്വത്തെ പൂർണ്ണമായി അറിയാതെ ഇവിടെ പറഞ്ഞു പോയതെല്ലാം അവിടുന്ന് ക്ഷമിക്കണ്ട. അപ്പൊ ഭഗവാന്റെ ആ മഹത്വം പറഞ്ഞാലും തിരികില്ലേ. ഈ പുസ്തകത്തിൽ നാരായണത്തിൽ പറഞ്ഞതിലല്ല, അതിനും അപ്പുറമാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു പോയതെല്ലാം അവിടുന്ന് ക്ഷമിക്കണം. ഭഗവാന്റെ മഹത്വത്തെ കൂടുതലായിട്ട് പറയാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
1000-ലധികം സ്തോത്രങ്ങളാൽ തീർത്ത ഈ ശ്ലോകം അവിടുത്തെ പ്രസാദത്തെ ഏറ്റവും അധികമായി തരുന്നതായി തീർക്കണമേ. അപ്പം 1000-ലധികം ശ്ലോകങ്ങളാൽ തീർത്ത ഈ നാരായണീയം എന്ന് പറയും, നാരായണീയം അവിടുത്തെ അധികമായി തരുന്നതായി തീർക്കുക. അവിടുത്തെ പ്രസാദത്തെ, ഭഗവാന്റെ പ്രസാദത്തെ അധികമായി തരുന്നതായി തീർക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാരായണന്റെ കഥകൾ പറയുന്നത്, നാരായണൻ രചിച്ചത് എന്നിങ്ങനെ 2 അർത്ഥങ്ങൾ വരുന്ന നിലയിൽ 2 വിധം നാരായണീയം തന്നെയാണ് ഈ സ്തോത്രം. അപ്പൊ നാരായണന്റെ കഥകൾ പറയുന്നതാണ്, നാരായണൻ തന്നെ രചിച്ചതാണെന്നുള്ള രീതിയിൽ 2 തരത്തിലാണ് ഈ നാരായണീയം തന്നെയാണ് ഈ സ്തോത്രം. 2 വിധത്തിലാണ് നാരായണീയത്തെ പറയുന്നത്. വേദങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള അവിടുത്തെ ലീലാരൂപമായ അവതാരങ്ങളുടെ കഥകളാൽ സമ്പുഷ്ടമായ ഈ നാരായണീയം എന്ന സ്തോത്രം ഇവിടെ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകണേ. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ലീലാരൂപ അവതാരങ്ങളുടെ കഥകളാൽ സമ്പുഷ്ടമായ ഈ നാരായണീയം എന്ന സ്തോത്രം ഇവിടെ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ എല്ലാവർക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നല്ലവർക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നതാകട്ടെ ഈ നാരായണീയം എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അങ്ങനെ ആവട്ടെ, നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഈ ഭഗവാന്റെ ലീലാരൂപമായ അവതാരങ്ങളുടെ കഥകളാൽ സമ്പുഷ്ടമായ ഈ നാരായണീയം എന്ന സ്തോത്രം ഇവിടെ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ശ്രീ രാധേ രാധേ, ജയ ജയ ശ്രീ രാധേ ശ്യാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് ഹരിയോം തത്സത്, ഇത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സകലവിധമായിട്ടുള്ള ദുഃഖങ്ങളും അകറ്റി നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി, ആ ലക്ഷ്മി പ്രസാദവും ഭഗവാന്റെ സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടായി, ഭഗവാനിലെ ഭക്തി ഉണ്ടായി, ഭഗവാനിലേക്ക് എല്ലാ നല്ലവർക്കും എത്താൻ കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നല്ലവരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി, നല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിവിടെ സമർപ്പിക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ എനിക്ക് നാരായണീയം മൊത്തത്തിൽ പറഞ്ഞ് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇതിലെ വന്ന് എന്നെ ഒരുപാട് സഹകരിച്ച, എന്നോടിത് ഈ നാരായണീയം വായിക്കുമ്പോൾ എൻ്റെ ലൈവിൽ വന്ന് അത് കാണാനായിട്ട് കാണിച്ച മനസ്സുകൾക്ക് നന്ദി. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇത് ഏകദേശം 1 വർഷത്തോളം അടുപ്പിച്ചായി എന്ന് തോന്നുന്നു ഞാനിത് തുടങ്ങിയിട്ട്. 1 വർഷം അടുപ്പിച്ചാവത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അത് എനിക്ക് തുടർച്ചയായിട്ട് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാവരും അതിന് എന്നെ അനുഗ്രഹിച്ചു. എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട്, എല്ലാവരുടെയും ഒരു സഹായം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലും എല്ലാവരും കുറേ പേര് വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലുള്ളതായാലും ഇൻസ്റ്റഗ്രാമിലുള്ളതായാലും എല്ലാവർക്കും ഞാനത് അയച്ചു കൊടുത്തായിരുന്നു ലിങ്ക്. അതോടൊപ്പം തന്നെ എല്ലാവരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇനിയും ഞാൻ ഭഗവാന്റെ കഥകളുമായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഞാൻ എല്ലാം പറയുന്നതായിരിക്കും. എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ച എൻ്റെ ഭഗവാനിലുള്ള ആ ഒരു ഭക്തി, ഭഗവാനിൽ ആ ഒരു ഭക്തി വന്നപ്പോഴാണ് എനിക്ക് നാരായണീയം പറയണമെന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് നാരായണീയം പറയാൻ തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം എല്ലാ നല്ലവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.
ഇനിയും നിങ്ങളുടെ ഈ സഹായം, നിങ്ങളുടെ ഈ സഹകരണം, എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. ഭഗവത് നാമത്തിൽ പറയുകയാണ്, എനിക്ക് ഉണ്ടാവണം. എല്ലാവർക്കും ഭഗവത് നാമത്തിൽ നല്ല ഐശ്വര്യങ്ങളും ലക്ഷ്മി കടാക്ഷവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എനിക്ക് എൻ്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാ നല്ലവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം ഭഗവാനോട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ നല്ലവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഹരി ഓം തത്സത്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. അജി, ധന്യ, ഷിപിൻ രാജൻ, ലിൻഡോക, അനീഷ്, ശരത് KR കണ്ടൻശ്ശേരി, രാജു തങ്കസ്വരം, മുകേഷ് ധവാൻ, V3 ക്രേസി ഐക്കില്ലർ, അനിൽകുമാർ A അയ്യപ്പൻ, സേതു RK, സൂര്യൻ, അനു, രേവതി, ലക്ഷ്മിപ്രിയ, രാജ്, ദേവു, കൃഷ്ണകുമാർ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.